പൊതുവെ പ്രസവം നിർത്തുന്ന കാര്യം പറയുമ്പോൾ ഒന്ന് പുറകിലേക്ക് വലിയുന്ന പ്രവണത കാണാറുണ്ട്. റിലീജിയസ് ഇഷ്യൂ ആണെന്ന് കരുതിയെങ്കിലും അതിനേക്കാളും സർജറിയോടുള്ള ഭയം, തനിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ധാരണ, ഇതൊക്കെയല്ലേ വില്ലൻ. എന്നാൽ അറിയൂ, സ്ത്രീകളുടെ അണ്ടവാഹിനി കോയിലിന് ആകെ ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ: ഗർഭധാരണം. അണ്ടത്തിന് ഫെർട്ടിലൈസ് ആവാനും ഭ്രൂണത്തിനെ ഗർഭപാത്രത്തിൽ എത്തിക്കാനും ഉള്ള ഒരു പാലം മാത്രമാണിത്. ഫാമിലി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നോ റോഡ്. അപ്പൊ ഈ പാലം സിമ്പിൾ ആയിട്ടൊന്ന് ബ്ലോക്ക് ചെയ്യണം. എങ്ങനെ? ട്യൂബിന്റെ ഒരു ചെറിയ പീസ് എടുത്ത് മാറ്റുന്ന രീതി തൊട്ട് ക്ലിപ്പ്, റിങ് എന്നിവയൊക്കെ അപ്ലൈ ചെയ്തും ഈവൻ ട്യൂബ് മുഴുവനായിട്ട് മാറ്റുന്ന രീതി വരെയും യൂസ് ചെയ്യാം. സിസേറിയൻ ആണെങ്കിൽ അതിന്റെ കൂടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സുഖപ്രസവം ആണെങ്കിൽ അതോടൊപ്പം ഉടനെ ചെയ്താൽ ഗർഭപാത്രം ചുരുങ്ങുന്നതിന് മുമ്പായതിനാൽ വയറിലൂടെ ഒരു കുഞ്ഞു ഹോൾ വഴി എളുപ്പത്തിൽ ചെയ്യും. പിന്നീട് എപ്പോഴാണെങ്കിലും ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ചെയ്ത അന്ന് തന്നെ തിരിച്ചു പോവാം, ഒരു റെസ്റ്റിന്റെ ആവശ്യമില്ല. ഇനിയാണല്ലോ പ്രശ്നങ്ങൾ. ഇത് പീരീഡ്സിനെ ബാധിക്കുവോ? ഒരിക്കലുമില്ല. പീരീഡ്സ്, ഓവുലേഷൻ ഇതെല്ലാം ഓവറിയിൽ നിന്നുള്ള ഹോർമോൺ മീഡിയേറ്റഡ് ആണ്. ഇതിന് അണ്ടം ട്യൂബിലൂടെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ തടി വെക്കോ? അതുമില്ല. ഇത് ഹോർമോൺ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. സെക്സ് ഡ്രൈവ് കുറയ്ക്കോ? ഇല്ലെന്നേ. താൻ പ്രഗ്നന്റ് ആവില്ല എന്നുള്ള ഉറച്ച വിശ്വാസവും കോണ്ടോ ഒന്നും യൂസ് ചെയ്യേണ്ട എന്നതിനാലും കൂടി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൂടാനേ വഴിയുള്ളൂ. ഇനി എന്റെ ഭാവിയിൽ അതും ഗുണമേ ഉള്ളൂ. ട്യൂബൽ സ്റ്റെറിലൈസേഷൻ അകത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയും. മാത്രമല്ല, ഓവറിയൻ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂബിന്റെ എൻഡിൽ നിന്നായതിനാൽ ട്യൂബ് റിമൂവ് ചെയ്യുന്നത് ഈവൻ ക്യാൻസർ പോലും പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനും ഒരു ചെറിയ ഫെയിലിയർ റേറ്റ് ഉണ്ട്, 0.5%. അതും ട്യൂബൽ പ്രഗ്നൻസിക്കാണ് മോർ പേടിയുണ്ടല്ലേ? അതും മറ്റുള്ളവരെ. നിങ്ങൾക്ക് 22 വയസ്സുണ്ടോ? നിങ്ങൾക്ക് 1 വയസ്സെങ്കിലും ഉള്ള ഒരു കുഞ്ഞെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് സമ്മതമാണോ? ഇത്രയേ ലോ പറയുന്നുള്ളൂ. അതായത് പ്രസവം നിർത്താൻ നിങ്ങളുടെ പാർട്ട്ണറുടെ പോലും ഒപ്പോ സമ്മതമോ നിയമപരമായി ആവശ്യമില്ല. പിന്നല്ലേ മറ്റുള്ളവരുടെ.